അധികം മസാല ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു ബീഫ് കറി വെച്ചാലോ? മുഴുവൻ മല്ലി, വറ്റമുളക്, കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു, സർവ്വസൂതി അത് ഓപ്ഷനിലാണ്. ഇതെല്ലാം ഒന്ന് ചെറിയ തീയിലിട്ട് വാട്ടിയെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് മാറ്റി വെക്കുക. കുക്കറിൽ എണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ കട്ട് ചെയ്തിട്ട് സവാള ഇടുക. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് അരച്ച് വെച്ച പൊടികളുടെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇളക്കി പച്ചമണം മാറി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ഒരു 1/4 തക്കാളി ഇടുക. തക്കാളി ഇട്ട് അതൊന്ന് വരണ്ട് വരുമ്പോൾ 1/2 കപ്പ് ഓഫ് വാട്ടർ ഇതിൽ ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ട് ഇളക്കുക. വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഡ്രെയിൻ ചെയ്ത് വെച്ച ബീഫ് ആഡ് ചെയ്യുക. നല്ലപോലെ ഇളക്കി കറിവേപ്പിലയും വഴണയിലയും അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലേ കുഴപ്പമില്ല. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും ബാക്കി 3-4 വിസിലും മീഡിയം ഇട്ട് വേവിച്ചെടുക്കുക. കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 സ്പൂൺ ശർക്കര ചേർക്കുക. പിന്നെ കുറച്ചുകൂടെ കറിവേപ്പിലയിട്ട് ലോ ഫ്ലെയിമിലിട്ട് കറി ഒന്ന് ചെറുതായി വറ്റിച്ചെടുക്കുക. ഇതോടെ ബീഫ് കറി റെഡിയായി.